ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിൽ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾക്കുള്ള മെസ്സേജ്, ഇതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാർഡ്സ് എടുക്കുന്നത്. അപ്പം നമുക്ക് കാർഡ്സ് നോക്കാം. First card, Ace of Swords. Second card, King of Cups. Third card, the Emperor. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എയ്സ് ഓഫ് കാർഡ്സ്. എയ്സ് ഒരു തുടക്കത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ അടുത്തിടെ എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങി വച്ചിട്ടുണ്ട്. പുതിയ പ്രോജക്ട്സ്, പ്ലാൻസ് എന്തു തന്നെയായാലും നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തുടക്കമാണിത്. കലങ്ങി മറിഞ്ഞ മനസ്സിന് ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കുള്ള മെസ്സേജ് വളരെ ഡിപ്ലോമാറ്റിക്കായി പെരുമാറുക എന്നതാണ്. ഒന്നിലും ഓവർ ആകാതിരിക്കുക, അതായത് ഒന്നിനോടും അമിതമായ താല്പര്യം കാണിക്കരുത്. ദേഷ്യം കുറയ്ക്കുക, ഓവറായി സന്തോഷിക്കാതിരിക്കുക, ഒന്നിലും ഒരുപാട് പ്രതീക്ഷയും കൊടുക്കാതെ എല്ലാം ബാലൻസിൽ കൊണ്ടുപോകുക. അതുപോലെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ആരുമായി പങ്കുവയ്ക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ശരിയായതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. എന്നിട്ട് നിങ്ങളുടെ ആശയങ്ങൾ, അതുപോലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക. താങ്ക് യു ഡിയേഴ്സ്.